ഹലോ, ഒത്തിരി ദിവസമായി കണ്ടിട്ട്. 3-4 ദിവസമായില്ലേ ഞങ്ങളെയൊക്കെ കണ്ടിട്ട്, ഞങ്ങൾ കണ്ടിട്ടു. അപ്പോൾ അതുകൊണ്ട് കുട്ടൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുട്ടൂസിന് പനിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പനിയായിപ്പോയി. അങ്ങനെ 2-3 ദിവസം വീഡിയോ എടുക്കാനും ഒന്നിനും മുറ പറ്റിയില്ല. പിന്നെ ഇന്ന് ഞാനൊന്ന് കുളിച്ച് റെഡിയായിട്ട് വന്നപ്പോൾ ശകലം കൊഞ്ച് കൊണ്ടുവന്ന് അത് ഞാൻ കൊഞ്ചും മാങ്ങായും വെക്കാൻ പോവാം. അതിന് ചേരുവകളെല്ലാം ഞാനൊന്ന് കാണിച്ചു തരാം. അതിനാവശ്യമുള്ള ഒരു 10-15 ചെറിയ ഉള്ളി അത് ചട്ടിക്കകത്തോട്ടിടുക. ഒരു 4 പച്ചമുളക്, എരിവ് വേണമല്ലോ. 4 പച്ചമുളക്, ഒരു 2 ചെറിയ മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ടത്. പിന്നെ അതിന് വേണ്ടുന്ന തേങ്ങ ഇത് നേരത്തെ പൊടിച്ച് വെച്ചിരുന്നതാണ്. അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. തേങ്ങ ആവശ്യത്തിന്. പിന്നെ അതിനാവശ്യമുള്ള മുളക് പൊടി, ഒരു നുള്ള് ഉലുവാപ്പൊടി വേണം. ഇത് ചേർക്കും. എല്ലാവരും ചേർക്കണമെന്നില്ല, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ശകലം ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, കളറിന് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി, ഒരു ശകലം മല്ലിപ്പൊടി, ഇത്രയും നമ്മൾ ചേർക്കുക. എന്നിട്ട് ഇത് ആദ്യമൊന്ന് നമുക്കിതൊന്ന് തിരുമ്മിയെടുക്കാം. ഉള്ളിയും മാങ്ങയും മുളകും മല്ലിപ്പൊടി ഉലുവാപ്പൊടി എല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് തിരുമ്മിയെടുക്കാം. എടുത്തിട്ട് ഈ കൊഞ്ചും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനാവശ്യമുള്ള ഉപ്പിട്ട് ഉപ്പ് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം. ഇത്രയും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി എന്നിട്ട് ഒരു തുള്ളി വെള്ളമയം, കാരണം ഇത് കുഴഞ്ഞു പോകും. അല്ലെങ്കിൽ നമ്മൾ മീൻ പറ്റിക്കുന്ന കൂട്ടൊന്നും വെള്ളം വേണ്ട, ഒരു ശകലം വെള്ളമയം മതി. ഇത് ആവി കൊള്ളുമ്പോൾ ഇതിൻ്റെ മാങ്ങയുടെ വെള്ളം ഇറങ്ങും. പിന്നെ നമ്മളതിൻ്റെ മുകളിൽ ശകലം വെളിച്ചെണ്ണ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറു തീയിൽ വെച്ച് ആവി കൊള്ളുമ്പോൾ ഈ മാങ്ങയുടെ വെള്ളം ഇറങ്ങും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമാകും. വറുത്ത കൊഞ്ചല്ലേ, അപ്പം പിന്നെ ഒരുപാട് വേവാനൊന്നുമില്ലല്ലോ. അടുപ്പ് കത്തിച്ച് അടുപ്പിലിട്ട് വെക്കണം. ചെറുതായിട്ട് വെച്ചാൽ മതി, തീ ഒരുപാട് വേണ്ട. അടുപ്പിരുന്ന് അവിടെ നിന്നൊന്ന് അടച്ചേക്കാം. അതൊന്ന് ആവി വന്നോട്ടെ, അവിടെ ഇരിക്കട്ടെ. അപ്പം നമ്മൾ കൊഞ്ച് മാങ്ങ എല്ലാം അടുപ്പേ വെച്ചിരുന്ന് അതെന്തായെന്നൊന്ന് നോക്കട്ടെ. തീ വളരെ കുറച്ചിട്ടാൽ നോക്കട്ടെ. നല്ലപോലെ വെന്തൊരു മണമൊക്കെ വരുന്നുണ്ട്. മാങ്ങയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്, കൊണ്ടുവന്നൊന്ന് നോക്കണം. നോക്കിയിട്ട് ഇതിനകത്തൊട്ടും വെള്ളം കാണരുത്. തോരൻ പൊടുന്ന് നോക്കട്ടെ. ഉപ്പ് വേണം. ഒന്നുകൂടെ ആവി വന്നിട്ട് നമുക്കത് തീ ഓഫാക്കാം. ഒന്നുകൂടെ ആവി വന്നോട്ടെ. അപ്പോൾ ഈ കൊഞ്ച് മാങ്ങായി നമ്മൾ നോക്കും. ഒന്നുകൂടെ നോക്കിയിട്ട് അത് ഇറക്കാം. നല്ല സെറ്റായിട്ടുണ്ട്. എന്താണ് നല്ല തോരൻ പോലെ ആയിട്ടുണ്ട്. മണമൊക്കെ ഉണ്ട്. മാങ്ങായും എല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൊഞ്ച് മാങ്ങായും റെഡിയായി. എന്നിട്ട് ഞങ്ങൾ ചോറുണ്ണട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. ഞങ്ങളെ അന്വേഷിക്കണം. നിങ്ങൾ
നിങ്ങളുടെ സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ ഞങ്ങൾക്കുണ്ട്. ഇനിയും നിങ്ങളുടെ സഹായങ്ങളും സഹകരണങ്ങളും ലൈക്കും ഷെയറും എല്ലാം വേണം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.